നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്, നാട്ടിലൊരു നാട്ടു നടപ്പുണ്ട്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഒരാൾ അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിച്ച് ആ വ്യക്തിക്ക് എന്തെങ്കിലും മാനഹാനി ഉണ്ടായാൽ ഇങ്ങനെ കളവായ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നിയമ നടപടിക്ക് സ്വീകരിക്കുക എന്നത്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക, സിവിലായും ക്രിമിനലായും കേസ് കൊടുക്കുക എന്നൊക്കെ ചെയ്യുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രതിപ്രവർത്തനം ഏതൊരു വ്യക്തിയും നടത്തും. എന്തുകൊണ്ടാണ് ആറാട്ടോക്സ് ഈ കാര്യം പറയുന്നത് എന്നാൽ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുകേഷിനെതിരെ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച നടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ തന്റെ പരാതികൾ പിൻവലിക്കുകയാണ് എന്നാണ്. വാർത്താമാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ്. എത്രത്തോളം ശരിയുണ്ട് എന്ന് ഉറപ്പില്ല. എന്നിരുന്നാൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന പല ആരോപണങ്ങളും കളവാണ് എന്ന് ഒന്നൊന്നായി തെളിഞ്ഞു വന്നിട്ടും ഈ ആരോപണ വിധേയരായ ഒരു നടനോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തികളോ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയൊന്നും നിയമ നടപടിയുമായി പോയി കണ്ടില്ല. അതായത് സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ ആൾക്കാരുടെ എല്ലാം പ്രശസ്തിയും സ്നേഹവും ഒക്കെ പിടിച്ചുപറ്റി ജീവിച്ച കുറേ ആൾക്കാർക്കെതിരെ ഒന്നോ രണ്ടോ സ്ത്രീകൾ വന്ന് ഇത്ര ശക്തമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അതിനെതിരെ നിയമ നടപടികൾക്ക് ഇവരാരും മുതിരുന്നില്ല. മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കുകയാണ്, അല്ലെങ്കിൽ പരാതി പിൻവലിക്കുകയാണെന്നാണ് ഒരു നടി പറഞ്ഞിരിക്കുന്നത്. ആറാട്ടോക്സിന് കൈകാര്യം ചെയ്യുന്ന വിഷയം, ഇത്ര ശക്തമായ ആരോപണങ്ങൾ, കളവായ ആരോപണങ്ങൾ, മാനനഷ്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ നടന്മാരാരും തന്നെ സത്വരമായ നിയമ നടപടികൾക്ക് തയ്യാറാകാത്തത്? ഈ ആരോപണം ഉന്നയിച്ചതെല്ലാം കളവാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ആറാട്ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നടന്മാർക്കെതിരെ പരാതി താൻ പിൻവലിക്കുന്നത് തന്നെ വ്യാജ പോക്സോ കേസിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണെന്നാണ് ആലുവ സ്വദേശിയായ നടി വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞത്. നടന്മാരായ മുകേഷ് MLA, ജയസൂര്യ, ബാലചന്ദ്രൻ മേനോൻ, ഇടവേള ബാബു എന്നിവരടക്കം 7ഓളം പേർക്കെതിരെയായിരുന്നു നടി പീഡന പരാതി നൽകിയത്. എന്നാൽ ഇതിൽ കാര്യമായ അന്വേഷണം നടത്തുന്നതിന് പകരം തന്നെ പോക്സോ കേസിൽ കൊടുക്കാനാണ് ശ്രമിച്ചത് എന്നാണ് നടിയുടെ ആരോപണം. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതാകട്ടെ നടി പരാതി പിൻവലിച്ചത് ആരോപണങ്ങൾ കളവായതുകൊണ്ടാണ് എന്ന രീതിയിലാണ്. എന്തായാലും നടി പറയുന്നതിലെ യാഥാർത്ഥ്യം എന്തുമാകട്ടെ, അവർക്കെതിരെയുള്ള പോക്സോ കേസ് കാരണം പേടിച്ച് പിൻവലിച്ചതായാലും ആരോപണങ്ങൾ കളവായതായാലും ഇവിടെ സമൂഹം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയൊക്കെ നടന്മാർക്കെതിരെ, ഇത്രയൊക്കെ പ്രശസ്തർക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിട്ടും ഇവയെല്ലാം കളവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ കേസിന് പോകാത്തത്? തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന സത്യമാണ് അതിന് പിന്നിലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ആറാട്ടോക്സ് എന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരായ ഏതൊരു വ്യക്തിയോ നമ്മൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം വന്നാൽ തീർച്ചയായും നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കും. ആത്മാഭിമാനത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. എന്നാൽ ഇത്ര പ്രശസ്തരും MLA ഒക്കെ ആയിരിക്കുന്ന നടന്മാരടക്കമുള്ളവർ പോലും തങ്ങൾക്കെതിരെ വന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ കളവാണെങ്കിൽ എന്തുകൊണ്ടാണ് നിയമ നടപടിക്ക് പോകാത്തത്? പല കേസുകളും കളവാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ നടന്മാർ നിയമ നടപടികൾ സ്വീകരിക്കാത്തതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ കളവായ പീഡന പരാതികൾക്കെതിരെ നിയമ നടപടികൾ ആരോപണ വിധേയർ നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിച്ചില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് വളരെ ദൂരവ്യാപകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, നാളെ പരാതിയുമായി വരുന്ന ഏതൊരു സ്ത്രീയെയും സംശയദൃഷ്ടിയിൽ മാത്രം സമൂഹം കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. രണ്ടാമതായി, ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഈ പരാതി അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരായ ആൾക്കാരിലുള്ള സംശയം ജനങ്ങളിൽ നിലനിൽക്കും. അതുപോലെ തന്നെ കളവായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവർക്കൊക്കെ തന്നെ നാളെ ആർക്കെതിരെ വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നൊരു സ്വതന്ത്രമായ സാമൂഹിക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണ് മറ്റൊരു ഭീകരമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കളവായ ആരോപണങ്ങളാണ് എങ്കിൽ ഈ നടന്മാർ, ഈ പ്രശസ്തരൊക്കെ തന്നെ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് വരണം എന്നതാണ് ആറാട്ടോക്സിന്റെ അഭിപ്രായം. അത്തരത്തിൽ മാനനഷ്ടത്തിന് ഒരു കേസുമായി സിവിലായോ ക്രിമിനലായോ മുന്നോട്ട് വരാത്ത പക്ഷം ഈ ആരോപണ വിധേയരൊക്കെ തന്നെ വീണ്ടും സംശയത്തിന് മുനയിലായിരിക്കും ഇവിടുത്തെ ഓരോ സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിലും എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ആറാട്ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? ഇത്രയൊക്കെ സ്ത്രീ പീഡനം പോലെയുള്ള ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ നടന്മാരോ അല്ലെങ്കിൽ ഈ പ്രശസ്തരായ ആൾക്കാരോ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എന്തുകൊണ്ട് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് വരുന്നില്ല? നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.